നമസ്കാരം, ഞാൻ വിനീഷ് ഷോഡി. നിങ്ങളുടെ നാട്ടിൽ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് കോഫി ബിസിനസ്. കോഫി ബിസിനസ് എന്ന് പറഞ്ഞാൽ കോഫി വെൻഡിങ് മെഷീൻ വെച്ചിട്ടാവും, അല്ലാതെ നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കാം. ബേസിക്കലി കോഫി ഷോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കിന്ന് പരിശോധിച്ച് നോക്കാം. എങ്ങനെ വരുമാനം കിട്ടും, എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, ഏതൊക്കെയാണ് നല്ലത്, അങ്ങനെ എല്ലാ കാര്യം നോക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകളിൽ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ബിസിനസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ജോലിക്കാരനായിക്കോട്ടെ, നിലവിൽ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, നമുക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വരുമാനത്തിന് നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിക്കാം. ഇപ്പോൾ കോഫി ഷോപ്പൊക്കെ നല്ല ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ചെയ്യാം. കുറച്ച് പ്രീമിയം ഷോപ്പൊക്കെ ഉള്ള ഏരിയയിലാണെങ്കിൽ പ്രീമിയം കാറ്റഗറി ആൾക്കാരൊക്കെ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മോഡലാണ്. സാധാരണ നാട്ടിൻപുറങ്ങളിലും നല്ല കോഫി ഷോപ്പിന് ഇപ്പോഴും നല്ല ഡിമാൻഡുണ്ട്, നല്ല ഡിമാൻഡുള്ള ഏരിയയാണ്. ആദ്യമായിട്ട് എന്തുകൊണ്ട് കോഫി ബിസിനസ് നമുക്ക് ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് ഭയങ്കര സാധ്യതയാണ്. ചായക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും, പക്ഷെ കോഫിയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ കോഫി ഒരുപാടൊന്നും കൊടുക്കരുത്. ഒരുപാട് കൊടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കോഫി ഡേയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടുക. അത്രയൊന്നും ക്വാണ്ടിറ്റി ആവശ്യമില്ല. ചെറിയൊരു കപ്പ് ഉണ്ടല്ലോ, ചെറിയൊരു കപ്പിൽ വളരെ ടേസ്റ്റിയുള്ള കോഫി ഉണ്ടാക്കണം. വളരെ ടേസ്റ്റുള്ള ചെറിയ കപ്പായിരിക്കണം. ആ കപ്പിൽ വളരെ ടേസ്റ്റുള്ള കോഫി നമ്മൾ ഉണ്ടാക്കണം, എന്നിട്ട് നമ്മൾ കൊടുക്കണം. ഭയങ്കര പതയൊക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പ് കോഫി ഉണ്ട്, അതിനകത്ത് എഴുതിയിട്ടൊക്കെ അങ്ങനെ വരുന്ന അത് വേറൊരു മോഡലാണ്. ഒരു മോഡലാണ് നിലവിൽ റൺ ചെയ്യുന്നത്. നമ്മളെ നാട്ടിൻപുറങ്ങളിൽ അതൊന്നും വർക്കൗട്ട് ചെയ്യില്ല. നാട്ടിൻപുറങ്ങളിൽ ഒരു നോർമൽ കോഫി ഉണ്ടല്ലോ, നല്ല ഒരു സ്റ്റാൻഡേർഡ് കോഫി പൗഡർ ഉപയോഗിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നല്ല ഡിമാൻഡ് ഉണ്ട്. ലളിതമായിട്ടുള്ള ബിസിനസ് മാനേജ്മെന്റ്, വലിയൊരു ആധികാരികത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ കാര്യമാണ്. ഫ്രാഞ്ചൈസി മോഡലിൽ കുറഞ്ഞ റിസ്ക് ആണ്. ഫ്രാഞ്ചൈസി മോഡലിൽ നിങ്ങൾക്ക് എടുക്കാം പല കമ്പനികളുടെയും. അപ്പോൾ അതിലൊക്കെ കുറഞ്ഞ റിസ്ക് ആണ്. പിന്നെ മികച്ച ബ്രാൻഡ് സപ്പോർട്ട് ലഭിക്കും ഫ്രാഞ്ചൈസി എടുക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസി ഇല്ലാതെയും സ്വന്തമായിട്ടും ചെയ്യാം കേട്ടോ. ധൈര്യമുള്ള കോൺഫിഡൻറ്റ് ഉണ്ട് ചെയ്യാം. ഈ ബിസിനസ് മോഡൽ രണ്ടാണല്ലോ. ഒന്ന് കിയോസ്ക് മോഡലാണ്, ചെറിയൊരു കിയോസ്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന. അങ്ങനെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസിനടുത്ത് തന്നെ ഇങ്ങനെ കിയോസ്ക് മോഡലിൽ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കോഫി അല്ല, ചായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്നാക്സ് എല്ലാം വെച്ചിട്ട്. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഒരു നല്ലൊരു ഇതുപോലത്തെ കിയോസ്ക് ആക്കിയിട്ട് ബ്രാൻഡ് ആക്കിയിട്ട് അത് എല്ലാ സ്ഥലങ്ങളും അതിന് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് പോലെ നമുക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നു. ചെറിയ ഒരു ഷോപ്പിന്റെ ഒരു ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പാർട്ട് കിട്ടി, ചെറിയൊരു സ്ക്വയർ ഫീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചെറിയ സ്ഥലത്ത് തന്നെ തുടങ്ങാം, വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ചെറിയ നിക്ഷേപവും വലിയൊരു ലക്ഷങ്ങൾ കോടികളൊന്നും ആവശ്യമില്ല. കുറച്ച് ചിലപ്പോൾ 1-2 ലക്ഷങ്ങളൊക്കെ 3 ലക്ഷമൊക്കെ വേണ്ടി വരും. അത്യാധുനിക മെഷീനൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് കഫേ മോഡലാണ്. ഈ ഇരിപ്പിട സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കഫേ മോഡൽ കുറച്ച് വലിയ വൈഡ് റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. 2 മോഡൽ മെഷീനുകളും സൗകര്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എക്സ്പ്രസോ മെഷീൻ ഉണ്ട്. അങ്ങനത്തെ ഒരു കോഫി ഷോപ്പ് ശരിക്കും ഈ പറഞ്ഞ ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്യുക. നാട്ടിൻപുറങ്ങളിൽ ശരിക്കും ഈ മെഷീൻ വെച്ചിട്ടുള്ള കോഫി ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കോഫി ആ ഒരു ലെവലിൽ കിട്ടുന്നതാണ് ഒരു ടേസ്റ്റ് കൂടുതൽ. അപ്പൊ അത് വേണം ചെയ്യാം. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. 2 ഗണത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ. അത്യാധുനിക കോഫി ഗ്രൈൻഡർ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണം അങ്ങനെ സെറ്റപ്പ് ചെയ്യാം. കോഫി ഡേയിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഗ്രൈൻഡറൊക്കെ വെച്ചിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത്. എല്ലാം ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീൻ. മനോഹരമായി ഇന്റീരിയർ വർക്ക് ചെയ്യാം. ഷോപ്പാണ് ചെയ്യുന്നെങ്കിൽ കഫ്റ്റീരിയ പോലെ നല്ല സ്റ്റാഫ് വേണം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നിക്ഷേപവും വരുമാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 5 lakh to 10 lakh rupees വരെ ഫ്രാഞ്ചൈസിയും മെഷീനറിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരും. ഫ്രാഞ്ചൈസി മോഡൽ എടുക്കുന്നുണ്ട്, അല്ല അത്രയൊന്നും വരില്ല. മന്ത്ലി റവന്യൂ ഒരു 1.5 lakh to 3 lakh rupees നമുക്ക് കിട്ടും. ഒരു 50,000 മുതൽ 1 lakh വരെ നമുക്ക് റവന്യൂ ഒരു മാസം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ നാട്ടിലാൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കിയോസ്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ പലരും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടയ്ക്ക് കണ്ടാണ് ഒരു കിയോസ്ക് വന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു ചെറിയ ടീ ഷോപ്പ്, ഒരു ഷോപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് ടീമുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് അവിടെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ പ്രശ്നമില്ല. എല്ലാം അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ അതിനകത്ത് റെഡിയാണ്. പിന്നെ ബാക്കിയൊക്കെ മെഷീനറീസും അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ കുറേ പാത്രങ്ങളും വെള്ളവും ഇതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്താൽ മതി. പിന്നെ ലൈസൻസും FSSAI ലൈസൻസ് എടുക്കേണ്ടി വരും, അതുപോലെ പഞ്ചായത്തിന്റെ ലൈസൻസ് എടുക്കേണ്ടി വരും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വരുമാനമാണ്. എനിക്കൊന്ന് ഒരുപാട് ടെക്കികൾ IT പ്രൊഫഷണൽസ് എല്ലാം ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ടെൻഷൻ ഫ്രീ ആണ്, ഭയങ്കര റിലാക്സേഷനാണ്. കുറച്ച് ആൾക്കാരുമായിട്ട് സംവദിക്കേണ്ടി വരും. ഇപ്പോൾ ചായ ചോദിച്ചു വരും, അപ്പോൾ ആൾക്കാർ കൊടുക്കണം, അങ്ങനെയാണ്. പക്ഷെ ഒന്നും നാളത്തേക്ക് ക്യാരി ഫോർവേഡ് ഇല്ല. ഇപ്പോൾ ഒരു സാധനം ചെയ്തു മിസ്റ്റേക്ക് നാളെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. ആ സാധനം നാളത്തേക്ക് പ്രശ്നമില്ല. ചായ ഒരാൾ കുടിച്ചു, അവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ കോഫി കുടിച്ചു, പൈസ തന്നു, അവർ പോയി. പിന്നെ നാളത്തേക്ക് അതുമായി ബന്ധപ്പെട്ടില്ല. രണ്ടാമത് അതിന്റെ ബഗ്ഗുകൾ വന്നു, അതിനകത്ത് വീണ്ടും പ്രശ്നം, അതിനെ വീണ്ടും മോഡിഫൈ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അതുപോലെ ഫയറിങ്ങും കേൾക്കേണ്ട ആവശ്യകതയെ വരുന്നില്ല. ഇത് നാളെ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും ഭയങ്കര ടഫായിട്ടുള്ള വേറെ വർക്കിന് വേണ്ടി
പോകണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്താൽ നമ്മുടെ കസ്റ്റമർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ആ കസ്റ്റമർ ഒരാളോട് ചായ കൊടുത്തിട്ട്, ചായ അല്ലെങ്കിൽ കോഫി കൊടുത്തിട്ട് അവർ കുടിച്ചിട്ട് അവർ പൈസയും കൊടുത്തിട്ട് പോകുന്ന ആ ഒരു മൊമെന്റിന്റെ ഇടയിൽ നിങ്ങൾ അവരോട് ഒരു മിനിറ്റ് 1 മിനിറ്റ് ടൈം നിങ്ങൾ നിൽക്കേണ്ട വിശേഷങ്ങൾ അന്ന് ഒരു 2 വാക്ക് നമ്മളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ചെറിയ എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു അപ്രീസിയേഷൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും, ഇപ്പൊ എല്ലാ ദിവസവും കാണുന്ന ഒരു വ്യക്തി അന്ന് നല്ല ഒരു ഹാപ്പി മൂഡിൽ വരുന്ന നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് നല്ല പവറാണല്ലോ എന്ന് വെറുതെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അവർക്കൊരു മോട്ടിവേഷനാണ്. അപ്പൊ ആ ഒരു 2 വാക്കിൽ അവരെന്ത് ചെയ്യുന്നു, പിന്നെയും നമ്മുടെ കടയിൽ വരുന്നു. അപ്പം നമുക്ക് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമറിനെ എന്ന് നമുക്ക് നിലനിർത്താനും പറ്റുന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ചെറിയ പൈസ ഉള്ളതുകൊണ്ട് എല്ലാ സാധാരണക്കാരനും വലിയവനും എല്ലാവരും വരും. പിന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൈറ്റ് കോമ്പറ്റീഷനോ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യകതയില്ല. വേണമെങ്കിൽ ഇതിനെ സ്കെയിലപ്പ് ചെയ്തിട്ട് വലിയ ഫ്രാഞ്ചൈസി മോഡലാക്കിയിട്ട് മാറ്റാനും പറ്റും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. ഇനി സർക്കാരിന്റെ പിന്തുണ മാത്രമേ ഉള്ളൂ. അത്രയും സൗകര്യങ്ങളുണ്ട്. മുദ്ര ലോൺ ഉണ്ട്. മുദ്രയുടെ 3 ടൈപ്പ് ലോൺ ഉണ്ട്. 50,000, 5 lakh, 10 lakh, 20 lakh വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടും. കമ്പനി നൽകുന്ന മാർക്കറ്റിംഗ് പിന്തുണ കാര്യങ്ങളുണ്ട്. കമ്പനിയുടെ പറഞ്ഞാൽ ഈ ഫ്രാഞ്ചൈസി മോഡൽ ആണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാത്ത ഒരുപാട് സിറ്റികളൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അവിടെ പോയിട്ട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കാം. എറണാകുളത്തുണ്ട്, കളമശ്ശേരിയിൽ. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ തന്നെ സെന്ററുകളുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇൻഷുറൻസ് ലൈസൻസ് സഹായം കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. വെറുതെ നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് കണ്ടെത്തി ആരാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, എവിടെ പോയ മാർക്കറ്റിംഗ് ട്രെയിനിങ് കിട്ടും. ചെറിയ പൈസക്ക് നല്ല പ്രൊഫഷണലി റിയൽ ഓൺടർപ്രണേഴ്സിന് മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥാപനം ഏതാണ്? കേരള ഗവൺമെന്റ് സ്ഥാപനമുണ്ട്. എത്ര പേർക്ക് അറിയാം? ഐ തിങ്ക് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം. കേരള ഗവൺമെന്റ് സ്വന്തം സ്ഥാപനമുണ്ട് ഇതുപോലെ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനം. അവിടെ പോയിട്ട് നമുക്ക് പഠിക്കാം. അവിടെ കോഴ്സുകളായിട്ട് ചെറിയ ഫീസിന് നമുക്ക് കോഴ്സുകളുണ്ട്. നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. അവിടെ നിന്ന് പഠിച്ച് നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അത്രയും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ആർക്കും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാരും അന്വേഷിച്ച് പോകുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തുക. ഒരാളും ഇങ്ങോട്ട് പറ്റില്ല. അങ്ങോട്ട് പോയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം സർക്കാർ സംവിധാനങ്ങളാണ്, അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കണം. ഇനി ഫൈനലി പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണിത്. ഇത് വലിയൊരു ബിസിനസ് മോഡലല്ല. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടത് നല്ലൊരു പ്ലാനും കഠിനാധ്വാനം, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ബിസിനസ്മാൻ ആയിട്ട് മാറാൻ സാധിക്കട്ടെ, നല്ലൊരു ഓൺട്രപ്രണർ ആയിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും ബിസിനസ് നോക്കി നടക്കുന്നവർ. അവർക്കൊക്കെ ഈ ഐഡിയ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഐഡിയകൾ വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എവിടുത്താം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് വിനി ഷോണി സൈനിങ് ഓഫ്. ബൈ.